ഗൈസ്, നിങ്ങൾ എല്ലാവരും ഈ സീസണിലെ ടാറ്റ IPL കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മാച്ച് നമ്പർ 66 പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് പ്രീ മാച്ച് പ്രിവ്യൂ പറയാനാണ്. നടക്കുന്ന മത്സരം സവായ് മാൻസിംഗ് സ്റ്റേഡിയം ജയ്പൂരിലാണ്. അതേസമയം അക്ഷർ പട്ടേലിന് ഇൽനസ് മൂലം കഴിഞ്ഞ മത്സരം കളിക്കാനായില്ല. ഇന്ന് അദ്ദേഹം ഫിറ്റാണോ എന്ന് ഉറപ്പിക്കാനാകില്ല. ഡൽഹി ക്യാപിറ്റൽസ് ഫാഫ് ഡുപ്ലസിസ് തന്നെയായിരിക്കും നയിക്കുക എന്നുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും മത്സരം തുടങ്ങുമ്പോൾ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. ഇന്നലെ RCB കൈവിട്ട മത്സരം തന്നെയായിരുന്നു അത്. കാരണം അവർക്ക് സിമ്പിളായി ജയിക്കാമായിരുന്നു. 80 റണ്ണിൽ നിൽക്കെ അവർ സ്കോർ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. അതിനുശേഷം അവർ അത് കൈവിട്ട് കളയുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ പഞ്ചാബ് കിങ്സിനും ഇപ്പോൾ കിട്ടിയ ചാൻസ് ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാനാണ്. പക്ഷേ അവർ ഇന്നിറങ്ങുമ്പോൾ ജയിച്ച് ശ്രേയസൈനും സംഘവും ടോപ്പ് 2-ലേക്ക് പിടിക്കാൻ എത്തുകയാണ്. അതേസമയം ക്യാപിറ്റൽസ് പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്യാനായി ഇവിടെ എത്തുകയാണ്. സോ ദ സീസൺ ത്രില്ലർ ഇനി ജയ്പൂരിൽ കാണണം. ഇത് അവസാന ഘട്ട മത്സരങ്ങളിലെ ഒരു കൂട്ടം ത്രില്ലറുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പഞ്ചാബ് കിങ്സ് അത് അവിടുത്തെ വെതറിലേക്കും ഞാൻ എടുത്തു പറയട്ടെ, 1% മഴയ്ക്ക് സാധ്യതയുള്ള രാത്രി 0% ആണുള്ളത്. അവിടെ പാർട്ടി ക്ലൗഡി ആയിരിക്കും എന്നുള്ളതാണുള്ളൂ. പക്ഷേ RCB ഇന്നലെ തോറ്റ മത്സരം സ്വയം കൈവിട്ട് കളഞ്ഞത് തന്നെയാണ്. കാരണം ജയിക്കാവുന്ന മത്സരത്തിൽ അവർക്ക് ഒരു രീതിക്കും കളി തിരിച്ചുപിടിക്കാനായില്ല. ഇന്ന് പഞ്ചാബ് കിങ്സ് ടോപ്പ് 2 ലക്ഷ്യമിട്ടിറങ്ങുകയാണ്. ഡൽഹി ക്യാപിറ്റൽസ് പോസിറ്റീവ് നോട്ടിൽ എന്ത് ചെയ്യാൻ ഇറങ്ങിയാണ്. ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു തോൽവിക്ക് ശേഷമാണ് അവർ ഇവിടെ എത്തുന്നത്, ജയ്പൂരിലേക്ക് എത്തുന്നത്. അതേസമയം പഞ്ചാബ് കിങ്സ് ലൈറ്റിൻ്റെ പ്രശ്നം മൂലം കളി നിർത്തിവെച്ചതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂലം റീസ്റ്റാർട്ടിൽ തുടർ ചെയ്യുമ്പോൾ അവരുടെ ഫസ്റ്റ് കളിയാണിത്. അതേസമയം അക്ഷർ പട്ടേൽ ഇല്ലാതെയായിരിക്കാം ചിലപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് ഇറങ്ങുക എന്നുള്ളതാണ് കാര്യം. RCBക്ക് ഇനി എലിമിനേറ്റർ കളിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. കാരണം അവർക്ക് ഇനി ലക്നൌവിനെ തോൽപ്പിച്ചാൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ അവർക്കത് ഗുണമല്ല. അതുകൊണ്ട് RCB ഇനി എക്കാനത്തെ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരിക ലക്നൌവിനെതിരെയുള്ള മത്സരത്തിലാണ്. അതേസമയം ജിതേഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസി അത്ര നല്ലതല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബട്ട് ശ്രേയസ് അയ്യറിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു പോട്ടെ. നല്ല ക്യാപ്റ്റനാണ് അദ്ദേഹം. ലീഡിംഗ് ഫ്രണ്ടിൽ ടീമിനെ വിജയം നേടിക്കൊടുക്കുന്നു. അതുപോലെ പഞ്ചാബിൻ്റെ ഓപ്പണേഴ്സിനെ പറ്റിയും രണ്ട് ചെറുപ്പക്കാരാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവർ ശരിക്കും കളിക്കുന്നുണ്ട്. ശ്രേയസ് അയ്യരും തനിക്ക് പറ്റുന്ന രീതിക്ക് കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട്. ബോൾ കൊണ്ട് ചഹാലിൽ തിളങ്ങിയിട്ടുണ്ട് ഈ സീസൺ ഫുൾ. അപ്പോൾ ആർക്കായിരിക്കും സാധ്യത കൂടുതൽ, പഞ്ചാബിനോ ഡൽഹിക്കോ? പഞ്ചാബ് ഇന്ന് ടോപ്പ് 2 പിടിക്കാറുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് പോസിറ്റീവ് നോട്ടിൽ എത്തിയാനിറങ്ങുകയാണ്. ഇന്ത്യ ഇറങ്ങിയാണ്. അതേസമയം അവർ ഇറങ്ങുന്നത് ജയ്പൂരിലും ഒരു സൂപ്പർ ഓവർ രാജസ്ഥാനെ തോപ്പിച്ച ഗ്രൗണ്ട് ഡൽഹിയുടെ. ഇതിലും വലിയൊരു ത്രില്ലിംഗ് കോൺട്രാസ്റ്റ് നമുക്ക് കാണാനില്ല. പഞ്ചാബ് ഡൽഹി ത്രില്ലറായിരിക്കും, ഒരു സംശയവും വേണ്ട. അക്ഷർ പട്ടേൽ ഇല്ലാതെയാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇറങ്ങുന്നതെങ്കിലും രാഹുലിനെ അവർക്ക് ഇമ്പാക്റ്റായി മാത്രമല്ല ബാറ്റിങ്ങിലും ഇറക്കാവുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. ഡൽഹി ക്യാപിറ്റൽസ് പാതി വഴിയിൽ വെച്ച് കളി മുടക്കിയതുകൊണ്ടായിരിക്കാം അവരുടെ പ്ലെയേഴ്സ് ആകെ ഇപ്പോൾ മങ്ങിയിരിക്കുന്നത്. അതേസമയം പഞ്ചാബ് കിങ്സ് ക്വാളിഫൈഡ് ആണ് പ്ലേ ഓഫിലേക്ക്. ഇനി പ്രഡിക്റ്റഡ് വിന്നേഴ്സിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞുകൊട്ടെ. അതെ, അത് പഞ്ചാബിന് 100% ഉണ്ട്. ക്യാപിറ്റൽസ് ഡുപ്ലസിസും സംഘവും ആയിരിക്കും ഇന്നും ഇറങ്ങുക എന്നുള്ളതാണ് കാര്യം. അതെയോ അക്ഷർ പട്ടേൽ ഫിറ്റ് ആണോ? ലോകത്തിന് ഇനി സംശയങ്ങളുണ്ട്.
ഏതായാലും പഞ്ചാബ് കിങ്സിന്റെ പ്രെഡിക്റ്റഡ് പ്ലേയിങ് 11ലേക്ക് നമുക്ക് കടക്കാം. ഓപ്പണിംഗ് പ്രിയാൻചാര്യ, പ്രഭു സിമാരൻ, ശ്രേയസ് അയ്യർ, ജോഷ് ഇംഗ്ലീഷ്, നെഹൽ വന്ദേര, ശശാങ്ക് സിംഗ്, ഹർപ്രീത് ബ്രാർ, മാർക്കോ യാൻസൺ, യുസ്വേന്ദ്ര ചഹാൽ, അർഷദീപ് സിംഗ് എന്നിവരായിരിക്കും പഞ്ചാബിനുള്ളത്. അതുപോലെ ഡൽഹി ക്യാപിറ്റൽസ് പ്രെഡിക്റ്റഡ് പ്ലേയിങ് 11 ഡുപ്ലസീസ് ആൻഡ് രാഹുൽ, അഭിഷേക് പോറൽ, സമീർ റിസ്വി, അസന്തോഷ് ശർമ്മ, വിരാജ് നിഗം, and then the opportunity moves on to sometimes Tiwari will get the opportunity to second match, and then it should be Kuldeep Yadav, Mukesh Kumar, Dusmanda Chamira, and then Mustafizur Rahman for Delhi Capitals. And the Punjab Kings impact player option should be Prabhu Simar same. They would get or Harpreet Brar, 2 options. And for Delhi Capitals, K. Rahul, Karun Nair are the options for them. So the season thriller and the Tata IPL now moves on to Jaipur for a thrilling contest, and I have to say that it's a thriller coming soon, and we will talk at the end. Right now, and I'm saying that Punjab Kings can get to top 2 today, winning by against Delhi Capitals. So this is their opportunity, Punjab Kings. Or is that coming to be the last 66 game and to the playoffs so far? As we all know, into the playoffs, that's now or never for the teams. So I am signing out. You have the opportunity to put the comments in the comment box, and please like, share and subscribe. Thank you.